ഈ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് റീസണിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് റോങ് പെയർ. അപ്പം കൂടത്തിൽപ്പെടാത്ത ഒരു പെയറുണ്ട്, അതേതാണെന്ന് കണ്ടുപിടിക്കാനാണ്. 64 576, 17 343, 27 196, 32 36. അപ്പം നമ്മളിതിലേക്ക് നോക്കുമ്പം ഇവിടെ കിടക്കുന്ന നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ സ്ക്വയറുകളും ക്യൂബും ഒക്കെയാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് റിലേഷൻ എന്നാന്ന് നോക്കാം. ഈ 36 എന്ന് പറയുന്നത് തന്നെ 6ൻ്റെ സ്ക്വയറാണല്ലോ. ഈ 3യും ഈ 2വും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 6 കിട്ടുകയല്ലേ. 3 × 2 6, 6ൻ്റെ സ്ക്വയറാണ് 36. 196 എന്ന് പറയുന്നത് തന്നെ 14ൻ്റെ സ്ക്വയറാണ്. 2 × 7 ആണല്ലോ 14. അതായത് ഈ 2 7 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 വരും. പക്ഷെ 343 എന്ന് പറയുന്നത് 7ൻ്റെ ക്യൂബാണ്. 1 × 7 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7ൻ്റെ സ്ക്വയറാണ്, എല്ലാത്തിൻ്റെ സ്ക്വയറാണ് വന്നേക്കുന്നത്. അപ്പോൾ 7ൻ്റെ സ്ക്വയർ എടുക്കുവാണെങ്കിൽ അത് 49 ആണ് വരേണ്ടത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം ഏതാണ് ഇത്. ഇനി മിസ്റ്റേക്ക് ഇത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. 6 × 4 എത്രയാണ്? 24. 24ൻ്റെ സ്ക്വയറാണല്ലോ 576. അപ്പം ഇതെല്ലാം ഈ കിടക്കുന്ന നമ്പർ, അതായത് 6 × 4 24, 24ൻ്റെ സ്ക്വയറാണ് 576. ഇതിൻ്റെ കേസിലാണെങ്കിലും 3 × 2 6, 6 സ്ക്വയർ ആണ് 36. 2 × 7 14, 14 സ്ക്വയറാണ് 196. പക്ഷേ ഈ ഒരു പെയർ 17 343 മാത്രം 1 × 7 എന്ന് പറയുന്നത് 7 തന്നെ. 7ൻ്റെ സ്ക്വയർ എടുക്കുവാണെങ്കിൽ ഇവിടെ വരേണ്ടത് 49 ആണ്. അതിന് പകരം ഒരു 7ൻ്റെ ക്യൂബാണ് 343 കൊടുത്തേക്കുന്നത്. അപ്പം റോങ് പെയർ എന്ന് പറയുന്നത് 17 343. ശരിക്കും ഇത് 17 49 വരുവാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. അപ്പം റോങ് പെയർ 17 343. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. 3 4 5 3 63, 4 5 3 6 66, 7 3 5 6 ഈ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അത്യാവശ്യം വലിയ നമ്പറാണ് ഇടയ്ക്ക് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5 × 4 20, 20 × 3 60. ഇനി ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യാതെ ഇത് കൂട്ടുവാണെങ്കിൽ 63 കിട്ടും. ആ 3 കൂട്ടുവാണ്. അങ്ങനെ ഇതിലും പോവാൻ നോക്കാം. 3 × 5 15, 15 × 4 60. അതിനോട് ഈ 6 കൂട്ടുവാണെങ്കിൽ 66 വരുമല്ലോ. അങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ആ പാറ്റേണിൽ ഒന്ന് ചെയ്യാം. അതായത് ഈ 3 എണ്ണം 5 × 4 × 3, 5 × 4 എന്ന് പറയുന്നത് 20, 20 × 3 60. ആ 60യുടെ കൂടെ ഈ 3 കൂട്ടുമ്പോൾ 63. അപ്പോൾ അതങ്ങനെ കിട്ടി. അടുത്തത് നോക്കുമ്പം ഇത് 3 കൂടെ അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3 × 5 15, 15 × 4 60. 60ൻ്റെ കൂടെ ഈ 6 കൂട്ടുമ്പോൾ 66 കിട്ടും. അപ്പോൾ അതും ഓക്കെ ആയി. അപ്പം അടുത്ത കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഏതാ? ഇത്. അപ്പം 5 × 3 × 7, 5 × 3 15, 15 × 7 105. ഇനി ഈ 105ൻ്റെ കൂടെ ഈ 6 കൂട്ടണം. 105ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ എത്ര വരും? 111. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 111. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പം അത്യാവശ്യം ഇടയ്ക്ക് വലിയ നമ്പറാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ഇതിൽ ലോജിക്കൽ ചിന്തിക്കണം. പിന്നെ അതല്ലെങ്കിൽ ഈ കിടക്കുന്ന നമ്പറുകളുടെ സ്ക്വയറുകൾ എടുത്തിട്ട് കൂട്ടി കൊടുത്തേക്കുന്ന വാല്യൂ ആണോ, അങ്ങനെയൊക്കെ പല രീതിയിൽ നോക്കാറുണ്ട്. പിന്നെ ഇതിനെല്ലാം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയെന്നേ ഉള്ളൂ നമുക്ക് പറ്റുന്ന ഒരു കാര്യമെങ്കിലേ മാക്സിമം നല്ല സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു 3 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ കിടക്കുന്ന നമ്പർ ആഡ് ചെയ്തു. അങ്ങനെയാണ് എല്ലാത്തിനും പോയേക്കുന്നത്. അപ്പോൾ ഈ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനിൽ ഈ 3 എണ്ണം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അത് ഗുണിച്ച് കിട്ടിയിരുന്ന തുകയുടെ കൂടെ ഈ തുക കൂട്ടുമ്പോൾ നമ്മുടെ ഇവിടെ വരേണ്ട ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 111. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. 5 4 9 6 3 ഈ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. 7 2 4 65 20 45. അപ്പം ഓപ്ഷൻസ് 1 2 3 4. അപ്പം
ഇവിടെ വന്നേക്കുന്ന നമ്പേഴ്സ് അത്യാവശ്യം വലിയ നമ്പേഴ്സൊക്കെയാണ്. ഈ 3ഉം 2ഉം കൂടെ കൂട്ടുവാണെങ്കിൽ 5 വരികയല്ലേ. 5 ഗുണം 4 20 അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ 7ഉം 6ഉം കൂടെ കൂട്ടി തന്നെ വരും 13. 13 ഗുണം 5 എന്ന് പറയുന്നത് തന്നെ 65 അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ മാക്സിമം നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്പേഴ്സുമായിട്ട് നല്ല പരിചയമായിരിക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇത് വേഗം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. ഇത് രണ്ടും കൂടെ, അതായത് 6ഉം 7ഉം കൂടെ കൂട്ടിയാൽ 13 വരും. 13 ഗുണം കിടക്കുന്ന 5. 13 ഗുണം 5 എന്ന് പറയുന്നത് 65. 3ഉം 2ഉം കൂടെ കൂട്ടുമ്പം 5. 5 ഗുണം 4 എന്ന് പറയുന്നത് 20. അപ്പോൾ സെയിം പാറ്റേണിലാണ് ഇത് ചെയ്യേണ്ടത്. ഈ 2 എണ്ണം ഇപ്പോൾ ഈ നമ്പറാണ് തന്നിട്ടില്ല, 4ഉം ഏതോ ഒരു നമ്പരും കൂടെ കൂട്ടിയിട്ട് അത് ഇൻറ്റു 9 നമുക്ക് 45 കിട്ടണം. അപ്പം ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട് 1 2 3 4. അപ്പോൾ നമുക്കറിയാം 9 ഗുണം 5 45 അല്ലേ. അങ്ങനെയാണെങ്കിൽ 4ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 5 വരുമല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് സോൾവ് ചെയ്ത് ചെയ്യാൻ നിൽക്കേണ്ട അത്രയും നമ്മൾ വെറുതെ ടൈം കളയണ്ട. അപ്പോൾ ഇതിൽ ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഈ 2 എണ്ണം, അതായത് 4 പ്ലസ് ഏതെങ്കിലും ഒരു നമ്പർ ഇൻറ്റു 9 എന്ന് പറയുന്നത് ആണ് ഈ 45 വരുന്നത്. അങ്ങനെയാണ് നമുക്കറിയാം 9 ഇൻറ്റു 5 45 ആണെന്നറിയാം. 4ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 5 വരുമല്ലോ. അല്ല, ഇങ്ങനെ അറിയത്തില്ലെങ്കിൽ തന്നെ ഈ 4ൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്ന ഓരോ നമ്പേഴ്സ് എടുത്തിട്ട് നോക്കുക. അതായത് 4 പ്ലസ് 1 5 5 ഇൻറ്റു 9 45. ഇനിയിപ്പം അതല്ല, ഇപ്പോൾ ലാസ്റ്റാണ് 1 കിടക്കുന്നതെങ്കിൽ അങ്ങനെ 4 പ്ലസ് 2 ആഡ് ചെയ്യുക 6. 6 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ അത് അല്ലല്ലോ 45. അങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. ഇപ്പോൾ ഡയറക്റ്റ്ലി നമുക്കറിയാം 4 പ്ലസ് 1 5 ആണ്. 5 ഇൻറ്റു 9 ആണ് 45. അപ്പോൾ ഇവിടെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് തന്നെ, ഇവിടെ വരേണ്ട വാല്യൂ എന്ന് പറയുന്നത് 1. അപ്പോൾ ആൻസർ 1. അടുത്തൊരു ചോദ്യം നോക്കാം. 6:42 ഈസസ് 11:. അപ്പം ഓപ്ഷൻസ് 121 130 132 138. അപ്പം ഇതിൽ പറഞ്ഞേക്കുന്നത് 6:42. അപ്പോൾ 6 42 തമ്മിലുള്ള റിലേഷൻ നോക്കുവാണെങ്കിൽ നമുക്കറിയാം 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36. 36ൻ്റെ കൂടെ 6 കൂട്ടുവാണെങ്കിൽ 42 വരുമല്ലോ. അതായത് 6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36. 36നോട് 6 കൂട്ടുവാണെങ്കിൽ നമുക്ക് 42 കിട്ടും. അപ്പം സെയിം പാറ്റേൺ ഇതൊന്ന് നോക്കാം. 11ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 121. 121നോട് നമ്മൾ 11 കൂട്ടുവാണെങ്കിൽ എന്നാ വരും? 132. അപ്പോൾ നമ്മുടെ 132 ഓപ്ഷനിലുണ്ട്. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ ഇവിടെ അതായത് 6ൻ്റെ സ്ക്വയറിനോട് കൂടെ 6 കൂട്ടിയാൽ 42 വരും. 11ൻ്റെ സ്ക്വയറിനോട് കൂടെ 11 കൂട്ടിയാൽ 132 വരും. ഇത് വേണേൽ വേറൊരു രീതിയും കൂടെ ചിന്തിക്കാം. അതായത് 6:42 എന്ന് പറയുന്നു. 6ഉം 6ൻ്റെ തൊട്ടടുത്ത്, അതായത് 6നോട് 1 കൂട്ടി എന്നാ വരും? 7. 6 ഗുണം 7 42 ആണ്. അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അതുപോലെ തന്നെ 11ൻ്റെ തൊട്ട് അടുത്ത 11നോട് 1 കൂട്ടുമ്പോൾ വരുന്ന നമ്പർ എന്നാ? 12. 11 ഗുണം 12 എത്രയാണ്? 132. അപ്പോൾ ഇത് ഏത് രീതിയിൽ വേണേൽ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ജസ്റ്റ് ആ കൊടുത്തിരിക്കുന്ന വാല്യൂവിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ ആ സെയിം നമ്പർ തന്നെ കൂട്ടിയിട്ടാണെന്നും വരില്ല. അങ്ങനെ വേണമെങ്കിൽ ആ ഒരു ലോജിക്കിലെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ 6:42 എന്ന് പറഞ്ഞാൽ 6ഉം 6 കഴിഞ്ഞ തൊട്ടടുത്ത് വരുന്ന നമ്പർ, അതായത് 6നോട് കൂട്ടിയ 1 കൂട്ടിയ വാല്യൂ ആയ 7 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 42 വരും. അതുപോലെ തന്നെ 11നോട് 1 കൂട്ടുമ്പോൾ തന്നെ വരും 12. 11ഉം 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 132 വരും. പിന്നെ ചില കേസിലൊക്കെ ക്വസ്റ്റ്യൻസ് തൊട്ട് പുറകിലത്തെ നമ്പർ വെച്ചിട്ടുള്ള റിലേഷനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 132. അത് ഏത് രീതിയിൽ വേണേൽ 2 മെത്തേഡ്സിലും ചെയ്യാം. ഒരു ചോദ്യം നോക്കാം. 15 12 3 44 28 8 64 53 ഈ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിലേക്ക് നോക്കുമ്പം
3 ഇവിടെ ചെറിയ നമ്പറുകളാണ് വന്നിരിക്കുന്നത്. അപ്പം ഒന്നെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയിട്ട് എന്തെങ്കിലും ഡിവിഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ 15ഉം 12ഉം കൂടെ കൂട്ടിയാൽ തന്നെ വരും 27. 27നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 3 വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ 44ഉം 28ഉം കൂടെ കൂട്ടിയാൽ തന്നെ വരും 72. 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8ഉം വരും. അപ്പോൾ നമുക്ക് ആ പാറ്റേണിലൊന്ന് ചെയ്ത് നോക്കാം. 15ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ തന്നെ വരും 27. 27നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 3 കിട്ടും. സെയിം പാറ്റേൺ ഇത് ചെയ്യുവാണെങ്കിൽ 44ഉം 28ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 72 കിട്ടും. 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 8 വരുമല്ലോ. അപ്പോൾ സെയിം പാറ്റേൺ ഇത് ചെയ്യാം. 64ഉം 53ഉം കൂടെ കൂട്ടുമ്പോൾ തന്നെ വരും 117. 117നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13 വരും. ഇപ്പോൾ 13 നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഈ 2 നമ്പേഴ്സ് കൂട്ടുന്നു, കിട്ടിയ വാല്യൂവിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സെയിം പാറ്റേണിൽ തന്നെ ഇവിടെ അങ്ങനെ തന്നെ രണ്ടും കൂട്ടുന്നു, കിട്ടിയത് 9 കൊണ്ട്. അപ്പോൾ ഇവിടെ 64ഉം 53ഉം കൂടെ കൂട്ടുമ്പോൾ 117 വരും. 117നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 13 കിട്ടും. അപ്പോൾ ആൻസർ 13.